നമസ്കാരം. ഇറാനിലെ നിലവിലത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും സംയുക്തമായിട്ട് ആരംഭിച്ച സൈനിക നീക്കം 17ാം ദിവസത്തിലേക്ക് ഇപ്പോൾ കടക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ്. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ പ്രകടിപ്പിച്ചിരുന്ന ആത്മവിശ്വാസം അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് ഇപ്പോൾ നിലനിർത്താനായിട്ട് കഴിയുന്നില്ല എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഈ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. യുദ്ധം ആരംഭിച്ച് 2 ആഴ്ചകൾ ഇപ്പോൾ പിന്നിടുമ്പോൾ ട്രംപ് വിഭാവനം ചെയ്ത പദ്ധതികളെല്ലാം ഓരോന്നായിട്ട് പാളുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ കാണുന്നത്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ വിചാരിച്ചത്ര ഫലം കാണുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യാന്തര തലത്തിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലും ട്രംപ് നേരിടുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളൊക്കെ ഭാഗികമായി വിജയിച്ചെങ്കിലും ഇറാൻ്റെ പ്രതിരോധം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരമായിട്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കാനാണ് ഇറാൻ്റെ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കാരണം യുദ്ധം 1 മാസത്തിലധികം നീണ്ടുപോയാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് താങ്ങാനാവില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ വിഖ്യാതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള താഡ്, ആരോ എന്നിവയുടെയൊക്കെ തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളെയൊക്കെ തടയാൻ ഈ സംവിധാനങ്ങൾ പാടുപെടുകയാണ്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൃത്യതയോടെയുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇറാന് സാധിക്കുന്നുവെന്നത് ഇസ്രായേൽ പ്രതിരോധത്തിലെ വിള്ളലുകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ്റെ ഈ അപ്രതീക്ഷിത കരുത്തിന് പിന്നിൽ വൻ ശക്തികളായിട്ടുള്ള റഷ്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും പിന്തുണയുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ സാറ്റലൈറ്റ് സഹായവും അതോടൊപ്പം തന്നെ ചൈനയുടെ അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുമൊക്കെ തന്നെ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പ്രസ്താവിക്കുകയുണ്ടായി. റഷ്യയും ചൈനയും തങ്ങളുടെ എക്കാലത്തെയും വലിയ സൈനിക പങ്കാളികളാണെന്ന ഇറാൻ്റെ പ്രസ്താവന അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇത് യുദ്ധം ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരിയായി ആഗോള ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് മാറാൻ കാരണമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സഖ്യകക്ഷികളുടെ പിന്തുണയില്ലായ്മയാണ്. അമേരിക്ക നയിക്കുന്ന നാറ്റോ, ആ സഖ്യത്തിലെ ഒരു രാജ്യം പോലും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരാൻ തയ്യാറാകുന്നില്ല. US പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് എടുത്ത ഏകപക്ഷീയമായിട്ടുള്ള പല തീരുമാനങ്ങളും, പ്രത്യേകിച്ചും വ്യാപാര നികുതികൾ വർദ്ധിപ്പിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളെ നേരത്തെ തന്നെ ചൊടിപ്പിച്ചിരുന്നു. ഈ അതൃപ്തി ഇപ്പോൾ യുദ്ധസമയത്ത് ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ദുരൂഹതകളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. യുദ്ധത്തിന് മുൻപ് നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്ന നെതന്യാഹു ഇപ്പോൾ പൂർണ്ണമായും നിശബ്ദനാണ്. അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അത് നിഷേധിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം നേരിട്ട് ലൈവായിട്ട് പ്രത്യക്ഷപ്പെടാത്തത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. നെതന്യാഹുവിൻ്റെ പഴയ തീവ്രതയും ആവേശവും ഇസ്രായേൽ സൈനിക നിരയിൽ ഇപ്പോൾ കാണാനില്ല എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാനെ തകർക്കുമെന്നും ഭരണം മാറ്റുമെന്നും ആത്മവിശ്വാസത്തോടെ പ്രസംഗിച്ചിരുന്ന ട്രംപും ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. നാറ്റോ രാജ്യങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഖേദം, തൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആരും തന്നെ സഹായിക്കാനില്ലാത്ത അവസ്ഥ ട്രംപിനെ രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ട്രംപിൻ്റെ അധികാര ഗർവും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശൈലിയും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ആഭ്യന്തര താൽപ്പര്യങ്ങൾ പരിഗണിക്കാതെ തൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ട്രംപിനെ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ എല്ലാവരും ചേർന്ന് ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. തന്ത്രപരമായിട്ടുള്ള ഈ ഒരു ഒറ്റപ്പെടുത്തൽ അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ വരും കാലങ്ങളിൽ കാര്യമായിട്ട് ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇറാൻ വളരെ തന്ത്രപരമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരുവാക്കുകയാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഇറാൻ്റെ ഈ ഒരു ആഹ്വാനം അത് മറ്റു രാജ്യങ്ങൾക്കിടയിൽ പോലും ഒരു പുനർചിന്തയ്ക്ക് വഴിമാറുന്നുണ്ട്. വർഷങ്ങളായി നിലനിന്നിരുന്ന ഭിന്നതകൾ മറന്ന് ഒരു പ്രാദേശിക ശക്തിയായിട്ട് മാറാൻ അവർ തയ്യാറായേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. മാരകായുധങ്ങളും വലിയ സൈനിക സന്നാഹവും ഉണ്ടായിട്ടും ഇറാനെ കീഴടക്കാനായിട്ട് സാധിക്കാത്തത് അമേരിക്കയുടെ പരാജയമായിട്ടാണ് ലോകം ഇവിടെ വിലയിരുത്തുന്നത്.
അമേരിക്കയ്ക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ വികാരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നീണ്ടു പോകുന്നതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ഇത് അമേരിക്കൻ വിപണിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും വ്യവസായങ്ങൾ തകരാനും സാധന സാമഗ്രികൾക്ക് തന്നെ വില കൂടാനും കാരണമായി മാറും. ഇതിന് തുടക്കമായതോടുകൂടി സാധാരണ ജനങ്ങൾ ട്രംപിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം നീങ്ങുമോ എന്നുള്ള ഭീതി അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ പടരുകയാണ്. യുദ്ധത്തിനായിട്ട് അമേരിക്ക ഇതുവരെ ചെലവാക്കിയത് ഭീമമായിട്ടുള്ള തുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 12 ബില്യൺ US ഡോളറിലധികം ഇതിനോടകം തന്നെ ചെലവായി കഴിഞ്ഞു. ഈ പണം അത്രയും അമേരിക്കയുടെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ അവഗണിച്ച് മറ്റൊരു രാജ്യത്ത് യുദ്ധം നടത്തുന്നത് ശരിയല്ലെന്ന വാദം അമേരിക്കയിൽ ഇപ്പോൾ ശക്തമാവുകയാണ്. ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യം വലിയൊരു കടക്കണിയിലേക്ക് വീഴുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും പഴയ ആവേശം കുറയുന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനയിയെ വധിച്ചതോടെ യുദ്ധം അവസാനിക്കുമെന്നും ഭരണം പിടിക്കാമെന്നും കരുതിയിരുന്ന ട്രംപിനും നെതന്യാഹുവിനും തെറ്റുപറ്റിയെന്ന് വേണം ഇവിടെ കരുതാനായിട്ട്. ഇറാൻ കൂടുതൽ ശക്തിയോടെ തിരിച്ചടിച്ചതോടെ ഇസ്രായേൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുൻപ് നടത്തിയിരുന്ന വീരവാദങ്ങൾ ഇപ്പോൾ വെറും വാക്കുകളായിട്ട് അവശേഷിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ യുദ്ധം ആർക്കും ശാശ്വതമായിട്ടുള്ള വിജയം നൽകുന്നില്ല എന്ന ചരിത്രപരമായിട്ടുള്ള സത്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വീണ്ടും തെളിയുന്നത്. ട്രംപും നെതന്യാഹുവും ഒരേപോലെ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. സമാധാനത്തിലൂടെയല്ല, മറിച്ച് ആയുധങ്ങളിലൂടെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചവർ ഇപ്പോൾ സ്വന്തം രാജ്യങ്ങളിൽ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യൻ മേഖല കൂടുതൽ ഇരുട്ടിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.